നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വെറുപ്പിന് വിധേയമായിരിക്കുന്ന ഒരു പ്രസ്ഥാനം RSS ആണ്. നിർഭാഗ്യവശാൽ RSSനെ കുറിച്ച് നിറം പിടിപ്പിച്ച കഥകളാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിക്കപ്പെട്ട പ്രസ്ഥാനത്തെക്കുറിച്ച് പോലും ഇത്രയധികം കഥകൾ ആരും പ്രചരിപ്പിച്ചിട്ടില്ല. വഴിയെ പോകുന്ന കയ്യേൽ ചരട് കെട്ടിയവരും കുറി തൊട്ടവരും ഒക്കെ RSS ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്തരം നുണക്കഥകൾ ഒരടിസ്ഥാനവുമില്ലാതെ ഇവിടെ പ്രചരിക്കുന്നത്. ചിലർ ബോധപൂർവം ഇത്തരം നുണക്കഥകൾ സൃഷ്ടിക്കാൻ മത്സരിക്കുകയും ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നുണകൃഷി നടക്കുന്നത്, നുണ വ്യാപാരം നടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് കാസർഗോഡ് ഉപ്പളയിലുണ്ടായ ഒരു നാരായണൻ്റെ മരണവും സംസ്കാരവും. നാരായണൻ ഒരു പഴയ RSS പ്രവർത്തകനാണ് എന്നാണ് മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. അതിന് തെളിവൊന്നും ആരും പുറത്തുവിട്ടിട്ടില്ല. നാരായണൻ രോഗബാധിതനായി മരിക്കുന്നു. വായിൽ ക്യാൻസറായിരുന്നു, മരിച്ചുപോയി. നാരായണൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ RSSകാർ വിസമ്മതിച്ചു. തെരുവിൽ അനാഥമായി കിടക്കാതിരിക്കാൻ നാരായണൻ്റെ മൃതദേഹം അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ വനിതാ നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഇർഫാന ഇക്ബാൽ ഏറ്റെടുത്തു. അവർ തന്നെ ചിതയൊരുക്കി. കേരളത്തിൽ മഹത്തായ മതേതരത്വമുണ്ടായി എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. മറുനാടിൻ്റെ ഇന്നലത്തെ വീഡിയോയുടെ അടിയിലൊക്കെ പലരും വന്ന്, നിങ്ങൾ അറിഞ്ഞില്ലേ കാസർഗോഡ് സംഭവം, ഒരു വീഡിയോ ചെയ്യുന്നില്ലേ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. ഈ സംഭവം അങ്ങനെ തന്നെ, എങ്ങനെയാണോ ഈ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ് എല്ലാ മാധ്യമങ്ങൾക്കും ലഭിച്ചത്. മറുനാടനും അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ വീഡിയോ ചെയ്തില്ല എന്ന് മാത്രം. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് യാഥാർത്ഥ്യം അന്വേഷിക്കാറുണ്ട്. വാസ്തവത്തിൽ എങ്ങനെയാണ് ഒരു ചെറിയ സംഭവത്തെ തങ്ങളുടെ അജണ്ടയ്ക്ക് അനുസൃതമായി RSS വിരുദ്ധമായി തൽപരകക്ഷികൾ പ്രചരിപ്പിക്കുന്നത്, ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിളാണിത്. ഈ ഒരു സംഭവത്തിന് ശേഷം ഏതാനും 2 ദിവസം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് RSS വിരോധത്തിൻ്റെയും ഇസ്ലാമിക സൗഹാർദ്ദത്തിൻ്റെയും ഇസ്ലാമിക മതേതരത്വത്തിൻ്റെയും കഥകളാണ്. അതിലൊരു കഥ മാത്രം വായിച്ചു കേൾപ്പിക്കാം. സിസിലി KF എന്ന പേരിൽ വന്നതാണ്. അത് ഒറിജിനൽ പേരാവണോ നിർബന്ധമൊന്നുമില്ല. ഹിന്ദുവിനെ ഉണർത്തുന്ന ശശികല എവിടെ? കാസർഗോഡ് ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ല, മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം. കണ്ണു തുറപ്പിക്കട്ടെ കാസർഗോഡ് സംഭവം. ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ച് പരസ്പരം വിദ്വേഷം വളർത്തുന്ന ഈ കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും പുറത്തു വന്നൊരു സംഭവം നമ്മുടെ സമൂഹം ഗൗരവമായി ചിന്തിക്കേണ്ട വലിയ സന്ദേശമാണ് നൽകുന്നത്. ആരോരുമില്ലാതെ മരണപ്പെട്ട 67 വയസ്സുകാരനായ മുൻ RSS പ്രവർത്തകൻ കുമാരൻ എന്ന വ്യക്തിയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ സ്വന്തമെന്ന് പറയാൻ പോലും ആരും മുന്നോട്ട് വന്നില്ല. കുമാരനല്ല, നാരായണനാണ്. 67 വയസ്സിൽ 64 വയസ്സേ ഉള്ളൂ. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അർഹമായ ആദരവോടെ അന്ത്യയാത്ര ഒരുക്കാൻ മുന്നിട്ടിറങ്ങിയത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന ഇക്ബാൽ എന്ന ജനപ്രതിനിധിയായിരുന്നു. ചിത്രങ്ങളിൽ കാണുന്നത് പോലെ തട്ടമണിഞ്ഞ മുസ്ലിം വനിത സ്വന്തം കൈകൊണ്ട് ചിതയിലേക്ക് വിറകെടുത്ത് വയ്ക്കുകയും ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. മനുഷ്യനെ മതം കൊണ്ടല്ല മനുഷ്യത്വം കൊണ്ടാണ് വിലയിരുത്തേണ്ടതെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ അവർ സമൂഹത്തോട് പറഞ്ഞു തന്നു. മരിച്ച കുമാരന് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. എന്നാൽ ആ കുടുംബപരമായ ചില കാരണങ്ങളാൽ മൃതദേഹം ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല. തുടർന്ന് മൃതദേഹം വിട്ടുകിട്ടുന്നതിനായി അവർ ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാലിന് രേഖാമൂലം സമ്മതപത്രം നൽകി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയ ഇർഫാനയും മറ്റും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് അത് ഉപ്പളയിലെ ചെറുകോളി പൊതുശ്മശാനത്തിലെത്തിക്കുകയും പൂർണ്ണമായും ഹൈന്ദവാചാരപ്രകാരമായി സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തത്. വർഷങ്ങളായി ചില നേതാക്കൾ പ്രസംഗവേദിയിൽ ഹിന്ദു ഉണരൂ എന്ന് ആവർത്തിച്ചു പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ സ്വന്തം ആശയത്തോടും സമുദായത്തോടും ചേർന്ന് ജീവിച്ച ഒരാൾ മരണപ്പെട്ട് കിടന്നപ്പോൾ അദ്ദേഹത്തിന് അന്ത്യകർമ്മം ചെയ്യാൻ പോലും ആ ഉണർവ് പ്രസംഗിച്ചവരെയോ മറ്റു സംഘടനകളെയോ അവിടെ കണ്ടില്ല എന്നത് സമൂഹം ചിന്തിക്കേണ്ട ഒരു വിരോധാഭാസമാണ്. ഒടുവിൽ ആരോരുമില്ലാതെ അഹൈന്ദവ സഹോദരൻ ചിതയൊരുക്കാൻ മുന്നോട്ട് വന്നത് ഒരു മുസ്ലിം വനിതയായ ജനപ്രതിനിധിയായിരുന്നു. അവിടെ ജയിച്ചത് ഒരു മതവുമല്ല, ഒരു രാഷ്ട്രീയവുമല്ല, ജയിച്ചത് മനുഷ്യത്വമാണ്. ഈ സംഭവം നമ്മളോട് ചില വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മൾ ഉണരേണ്ടത് വർഗീയതയിലേക്കാണോ അതോ മനുഷ്യത്വത്തിലേക്കാണോ? ഒരു മനുഷ്യൻ അപകടത്തിലും മരണത്തിലോ സഹായം തേടുമ്പോൾ ആദ്യം നോക്കേണ്ടത് അയാളുടെ ജാതിയും മതവും രാഷ്ട്രീയവുമാണോ അതോ അയാളും നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണോ, സത്യമാണോ? പ്രസംഗവേദികളിൽ മനുഷ്യസ്നേഹത്തെക്കുറിച്ച് വാചക കസർത്തുകൾ നടത്തുവാൻ എളുപ്പമാണ്. എന്നാൽ സഹജീവി ഒരാപത്ത് വരുമ്പോൾ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് ഒപ്പം നിൽക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? രാഷ്ട്രീയ വൈരങ്ങൾക്കും മതപരമായ ഭിന്നതകൾക്കും അപ്പുറം മനുഷ്യസ്നേഹമാണ് ഏറ്റവും വലിയ മൂല്യമെന്ന് ഇർഫാൻ ഇക്ബാൽ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട 50-ലധികം വയോജനങ്ങളെ സംരക്ഷിക്കുന്ന ഉപ്പളയിലെ ഷെയ്ഖ് സായിദ് വൃദ്ധമന്ദിരത്തിലെ സ്ഥാപക കൂടിയാണ് ഇവർ. അധികാരവും പദവിയും ജനങ്ങളെ ഭിന്നിപ്പിക്കാനല്ല, മറിച്ച് അവരെ ചേർത്ത് പിടിക്കാനാണെന്ന് അവരുടെ ജീവിതവും പ്രവൃത്തിയും വീണ്ടും തെളിയിക്കുന്നു. ജാതിയും മതവും പറഞ്ഞ് മനുഷ്യനെ വെറുക്കാൻ പഠിപ്പിക്കുന്നവർക്ക് ഈ കാഴ്ച കാണണം.
മരണത്തിൽ പോലും രാഷ്ട്രീയം കാണുന്നവർക്ക് മുന്നിൽ ഈ ചിത മനുഷ്യ സ്നേഹത്തിൻ്റെ തീജ്വാലയായി എന്നും ഓർമ്മിക്കപ്പെടും. ഉണരേണ്ടത് ജാതീയമായ വെറിയിലേക്കല്ല, മതത്തിൻ്റെ പേരിലുള്ള വിദ്വേഷത്തിലേക്കല്ല, രാഷ്ട്രീയ അന്ധതയിലേക്കുമല്ല. ഉണരേണ്ടത് പരസ്പരം കൈപിടിച്ചുയർത്താനുള്ള മനുഷ്യത്വത്തിലേക്കാണ്. കാരണം ഒടുവിൽ മനുഷ്യൻ മാത്രമാണ് ആശ്രയം. ഇർഫാൻ ഇക്ബാലിനും ഒപ്പം നിന്ന സാമൂഹിക പ്രവർത്തകർ റിയാസ് പിലാത്തറ, മുഹമ്മദ് കൈകമ്പ എന്നിവർക്കും ഹൃദയം നിറഞ്ഞ ആദരവും അഭിനന്ദനങ്ങളും. മതങ്ങൾ മനുഷ്യനെ വേർതിരിച്ചേക്കാം, പക്ഷെ മനുഷ്യത്വം മനുഷ്യനെ എന്നും ഒന്നിപ്പിക്കും. ഇത് സിസിലി എഴുതിയതല്ല, സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒന്ന് സിസിലി ഷെയർ ചെയ്തതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. വാസ്തവത്തിൽ ഇതൊന്നുമായിരുന്നില്ല സംഭവം. കുടുംബവുമായി പ്രശ്നമുള്ള നിരവധി ആളുകളുണ്ട്. അവർ കുടുംബം വിട്ടിറങ്ങി മരിക്കുമ്പോൾ പിടിവാശിയോടെ ചില വീട്ടുകാർ അവരെ ഗവനിക്കാതിരിക്കും. ഇതാണ് നാരായണൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. നാരായണനെ ഏറ്റെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചത് ഇർഫാന എന്ന ഈ ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അവിടെ വെച്ച് മരിച്ചപ്പോൾ മൃതദേഹവും വേണ്ടെന്ന് അവർ പറഞ്ഞു. എന്നാൽ മൃതദേഹം സംസ്കരിക്കാനുള്ള അനുമതി അവർക്ക് കൊടുത്തു. ഇവർ ആദ്യം ബന്ധപ്പെട്ടത് ഒരു ആശ്രമത്തിലാണ്. ആശ്രമം സേവാഭാരതി അറിയിച്ചു. സേവാഭാരതി എന്ന RSSൻ്റെ പോഷക പ്രസ്ഥാനം എവിടെയും ഹിന്ദു മരിച്ചാൽ മൃതദേഹം എല്ലാ ഉത്തരവാദിത്വത്തോടെയും സംസ്കരിക്കുന്ന പതിവുണ്ട്. അതിനവർ മറ്റൊന്നും നോക്കാറില്ല. അതേ ഉത്തരവാദിത്വത്തോടെ അവരെത്തി. സേവാഭാരതി പ്രവർത്തകർ അവരുടെ ചെലവിൽ ചിതയൊരുക്കി. അവർ തന്നെയാണ് തീ കൊളുത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. എന്നാൽ നാരായണനെ ഏറ്റെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയതും മൃതദേഹം ആംബുലൻസിൽ ഇവിടെ എത്തിച്ചതും ഇർഫാനിന്റെ നേതൃത്വത്തിലായിരുന്നു. അവർ സാമൂഹിക പ്രവർത്തക എന്ന നിലയിൽ ഒരു സന്നദ്ധ സംഘടന നടത്തുന്ന ആളാണ്. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സാമൂഹിക സംഘടന നടത്തുന്നയാളാണ്. അതുകൊണ്ട് മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. അവർ അത് ഏറ്റെടുത്തതിൽ അതിശയമൊന്നുമില്ല. എല്ലായിടത്തും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അവിടെ ചിതി ഒരുക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് ആ വിളക്ക് കയ്യിൽ മേടിച്ച് അതിൻ്റെ ചിത്രമെടുത്തിട്ട് വാർത്ത സൃഷ്ടിച്ചവരാണ് ഇവിടെ ഹിന്ദു സമുദായത്തെയും RSSനെയും അപമാനിക്കാൻ ഒരു ആയുധമാക്കി മാറ്റിയത്. വാസ്തവത്തിൽ ഇവിടെ കുത്തിത്തിരിപ്പ് നടത്തിയതും വർഗീയത നടത്തിയതും ഇർഫാനെ പിന്തുണയ്ക്കാൻ രംഗത്തിറങ്ങിയവരാണ്. ഇർഫാനിന്റെ ചിത്രം പുറത്തുവിട്ടവർ കൃത്യമായ കുത്തിത്തിരിപ്പുകാരും വർഗീയ വിദ്വേഷികളുമാണ്. RSSന് അടിക്കാനുള്ള ഒരു ആയുധമായി അവർ അത് ഉപയോഗിച്ചു. ഈ ചിത ഒരുക്കാൻ നേതൃത്വം കൊടുത്ത, ചിത കൊളുത്തിയ സേവാഭാരതി പ്രവർത്തകൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. സിലിക്കൺ ബോക്സിന് ചേമ്പറിൻ്റെ അടിയിൽ പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ അടി ഓല വെച്ചിട്ടുണ്ട്. ആ ഓലക്ക് ഞാൻ തീ കൊടുത്തത്. തീ കൊടുത്തിട്ട് തീ കത്തിച്ച ശേഷം പിന്നെ തലേൻ്റെ അവിടേക്ക് വരണം. തലേൻ്റെ അവിടേക്ക് അപ്പോൾ ആ തീ വെച്ച ചൂറ്റ അവിടെ ഉണ്ട്. ആ ചൂറ്റന ഇർഫാന ഇക്ബാൽ പിടിച്ചു. ഇർഫാന പിടിച്ചു, ഇക്ബാൽ അതൊരു ഫോട്ടോ എടുത്തു. ഞാനത് നമുക്ക് മനസ്സിലായി. പിന്നെ ഞാൻ തലേൻ്റെ അവിടേക്ക് പോയി. തലേൻ്റെ അവിടേക്ക് പോയിട്ട് അവിടെ ഈ ചൂട്ട പിടിച്ചിട്ട് അവിടെ അങ്ങനെ ഈ സമ്പൂർണ്ണ മറ്റേ ദഹന വരെ ഞാനുണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റേ നാരായണൻ്റെ ശവദാനത്തിൻ്റെ എല്ലാ ചെലവും എല്ലാ സേവാഭാരതി മംഗൽപാടിയാണ് ചെയ്തത്. അല്ലാതെ ഒരു ഫോട്ടോയിൽ കാണിച്ച പോലെ ഒരു മരത്തിൻ്റെ വിറകിൻ്റെ കഷ്ണം വെച്ചതും ഞാൻ കത്തിച്ച ചൂട്ടനൊന്ന് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തതും അല്ലാതെ ഈ ഇവിടുത്തെ സംസ്കാരത്തിൽ ഓരോ വലിയൊരു പങ്ക് ഒന്നുമില്ല. എല്ലാ സേവാഭാരത്തിൻ്റെതാണ്. ഈ ശവദഹനത്തിൽ ഇത് ഫോട്ടോ എടുത്തിട്ട് ഫ്ലാഷ് ആക്കുന്നത് അവർക്ക് ഇങ്ങനത്തെ ഒരു ജനപ്രതിനിധികൾക്ക് പറ്റിയ പണിയല്ല. ഇത് ശരിയല്ല. ഞങ്ങൾ എത്രയോ ശവയുടെ കത്തിച്ചിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടോ ഫ്ലാഷ് ആക്കുന്നില്ല. ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഇതിങ്ങനത്തെ ഒരു വന്നിട്ട് എടുത്തതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ആ ബോഡി അവർ മറ്റേ ജനപ്രതിനിധി ആയതുകൊണ്ട് അവർ വിട്ട ചുമതല നിർവഹിച്ച് അവർ ആ പേഷ്യൻറ്റിനെ കോഴിക്കോട് കൊണ്ടുപോവുകയും അവിടുന്ന് മരണപ്പെട്ട ശേഷം അവിടെ പോസ്റ്റ്മോർട്ടം കൊണ്ടുവരികയും അവരെ ചുമതല ശരിയായി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ശ്മശാനത്തിൽ വന്ന ശേഷം ഈ ബോഡിനെ കത്തിക്കുമ്പോൾ ഈ 2 വിറകിൻ്റെ ഒരു ഫോട്ടോവും ഈ ചൂട്ട വെക്കുന്ന ഫോട്ടോവും ഇത് കാണിക്കുന്നത് ഇത് നമുക്ക് ശരിയായ ജനപ്രതിക്ക് പറഞ്ഞ യോഗ്യതയല്ല. അത് ശരിയല്ല. അതിനൊരു ഫ്ലാഷ് ആക്കുന്നില്ല. ഇതെല്ലാം നമ്മളൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ഇങ്ങനത്തെ 100 ശവ കത്തിച്ചിട്ടുണ്ട് അനാഥാലയത്തിലുള്ള കഥ. പക്ഷെ ഞങ്ങൾ പബ്ലിസിറ്റിക്ക് കത്തിച്ചല്ല. ഇത് ഫോട്ടോന് വേണ്ടി തന്നെ ഇവിടെ വന്നെടുത്തതെന്ന് നമുക്ക് മനസ്സിലാവും. മുമ്പുള്ള സേവനക്ക് നമ്മൾ അതിനെ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഈടെ ശ്മശാനത്തിൽ വന്നത് ഒരു ഫോട്ടോ എടുത്തിട്ട് RSSൻ്റെ പ്രവർത്തകൻ്റെ മൃതശരീരം മുസ്ലിം ലീഗുകാർ, അത് പറയാൻ പറ്റില്ല. അത് മുസ്ലിം ലീഗല്ല, ഈ ഒരു മറ്റേ ഇലക്റ്റഡ് മെമ്പേഴ്സാണ്. ആ ഇലക്ടേഴ്സിന് ചുമതലയാണ്. അവർ പാർട്ടിനെ ഒന്നും അതിന് ലിങ്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഒരു പാർട്ടിനെ ലിങ്ക് ചെയ്ത് RSSൻ്റെ ശവത്തിനെ ലീഗുകാർ ദഹിച്ചു നിന്ന ഒരു ഹൈലൈറ്റ് ആക്കാൻ വേണ്ടി ചെയ്ത പണി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് തെറ്റാണ്.